ഗാന്ധിജിയും സ്വാതന്ത്ര്യസമരവും. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാന ചരിത്രത്തിലെ ഗാന്ധിയൻ കാലഘട്ടം എന്നറിയപ്പെടുന്നത് 1919 മുതൽ 1947 വരെയാണ്. 1919 മുതൽ 1947 വരെയാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാന ചരിത്രത്തിൽ ഗാന്ധിയൻ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. അർദ്ധനഗ്നായ ഫക്കീർ എന്നറിയപ്പെടുന്ന നേതാവ് ഗാന്ധിജിയാണ്. അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് അറിയപ്പെടുന്ന നേതാവ് ഗാന്ധിജി. ഗാന്ധിജി ആവിഷ്കരിച്ച സമരനീതി അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹമാണ് ഗാന്ധിജി ആവിഷ്കരിച്ച സമരരീതി. ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ട ദിവസങ്ങൾ: ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയാണ്. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസ്. ജനുവരി 30 രക്തസാക്ഷി ദിനം. സത്യാഗ്രഹം എന്ന വാക്കിനർത്ഥം സത്യത്തെ മുറുകെ പിടിക്കുക. ആശയപ്രചാരണത്തിന് വേണ്ടി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമമേത്? സബർമതി ആശ്രമം. ആശയപ്രചാരണത്തിന് വേണ്ടി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമം സബർമതി ആശ്രമം. ദക്ഷിണാഫ്രിക്കയിലെ ദീർഘകാലവാസത്തിന് ശേഷം ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് 1915 ജനുവരി 9-നാണ്. ദക്ഷിണാഫ്രിക്കയിലെ ദീർഘകാലവാസത്തിന് ശേഷം ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് 1915 ജനുവരി 9-നാണ്. മഹാത്മാ എന്നറിയപ്പെടുന്നത് ഗാന്ധിജിയാണ്. സമൂഹ പുനർനിർമ്മാണം എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ഗാന്ധിജിയാണ്. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യകാല സമരങ്ങളാണ് ചമ്പാരൻ സത്യാഗ്രഹം, അഹമ്മദാബാദ് തുണിമില്ല് സമരം, കേഡ സമരം. ചമ്പാരൻ സത്യാഗ്രഹം 1917. ചമ്പാരൻ സത്യാഗ്രഹം ആരംഭിച്ച വർഷമാണ് 1917. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വം നൽകിയ ആദ്യ സമരം ചമ്പാരൻ സത്യാഗ്രഹം. ബീഹാറിലെ ചമ്പാരനിൽ നീലം കർഷകരായ തോട്ടമുടമകളായ വെള്ളക്കാർ ചൂഷണം ചെയ്തതിനെതിരെ നടന്ന സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ബീഹാറിലെ ചമ്പാരനിൽ നീലം കർഷകരായ തോട്ടമുടമകളായ വെള്ളക്കാർ ചൂഷണം ചെയ്തതിനെതിരെ നടന്ന സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. അഹമ്മദാബാദ് തുണിമില്ല് സമരം 1918. അഹമ്മദാബാദ് തുണിമില്ല് സമരം 1918. അഹമ്മദാബാദ് തുണിമില്ല് സമരം നടന്ന വർഷം 1918. അഹമ്മദാബാദിലെ തുണിമില്ല് തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടി ഗാന്ധിജി നയിച്ച സമരമാണ് അഹമ്മദാബാദ് തുണിമില്ല് സമരം. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ നിരാഹാര സത്യാഗ്രഹമാണ് അഹമ്മദാബാദ് തുണിമില്ല് സമരം. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹമാണ് അഹമ്മദാബാദ് തുണിമില്ല് സമരം. പ്ലേഗ് ബോണസുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന സമരമാണ് അഹമ്മദാബാദ് തുണിമില്ല് സമരം 1918. കേഡ സമരം. കേഡ നികുതി നിഷേധ സമരത്തിന് ഗാന്ധിജി നേതൃത്വം നൽകിയ വർഷം 1918. ഗുജറാത്തിലെ കേഡയിലുണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ കാർഷിക വിളകൾ വ്യാപകമായി നശിച്ചതിനെ തുടർന്ന് നികുതി ഇളവ് നൽകണമെന്ന് കർഷകരുടെ ആവശ്യം ബ്രിട്ടീഷുകാർ നിരസിച്ചതിനെ തുടർന്ന് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സമരമാണ് കേഡ സമരം. ഗുജറാത്തിലെ കേഡയിലുണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ കാർഷിക വിളകൾ വ്യാപകമായി നശിച്ചതിനെ തുടർന്ന് നികുതി ഇളവ് നൽകണമെന്ന് കർഷകരുടെ ആവശ്യം ബ്രിട്ടീഷുകാർ നിരസിച്ചതിനെ തുടർന്ന് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സമരമാണ് കേഡ സമരം. റൗലറ്റ് നിയമം 1919. ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇന്ത്യൻ ജനതയുടെ പൗരാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ നടപ്പിലാക്കിയ കരിനിയമങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് റൗലറ്റ് നിയമം. റൗലറ്റ് നിയമം നിലവിൽ വന്ന വർഷം 1919 അല്ലെങ്കിൽ 1919. റൗലറ്റ് നിയമം ബ്രിട്ടീഷ് സർക്കാരിന് നൽകിയ അധികാരങ്ങൾ: ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലാക്കാം, പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം, കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കാം. റൗലറ്റ് നിയമം ബ്രിട്ടീഷ് സർക്കാരിന് നൽകിയ അധികാരങ്ങൾ എന്തൊക്കെയാണ്? ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലാക്കാം, പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം, കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കാം. റൗലറ്റ് നിയമത്തിൽ പ്രതിഷേധിച്ച് രാജ്യം മുഴുവൻ കരിദിനം ആചരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്ത ദിവസം 1919 ഏപ്രിൽ 6. 1919 ഏപ്രിൽ 6 കേട്ടോ. റൗലറ്റ് നിയമത്തിൽ പ്രതിഷേധിച്ച് രാജ്യം മുഴുവൻ കരിദിനം ആചരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തത് 1919 ഏപ്രിൽ 6. പഞ്ചാബിൽ റൗലറ്റ് ആക്ട് നിയമത്തിനെതിരെയുള്ള സമരത്തിന് നേതൃത്വം നൽകിയതിനെ തുടർന്ന് അറസ്റ്റിലായ നേതാക്കൾ ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു. പഞ്ചാബിൽ റൗലറ്റ് ആക്ട് നിയമത്തിനെതിരെയുള്ള സമരത്തിന് നേതൃത്വം നൽകിയതിനെ തുടർന്ന് അറസ്റ്റിലായ നേതാക്കളാണ് ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. റൗലറ്റ് നിയമവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലുണ്ടായ ദാരുണ സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. 1919 ഏപ്രിൽ 13. റൗലറ്റ് നിയമത്തിനെതിരായിട്ട് പഞ്ചാബിൽ നടന്ന സമരത്തിന് നേതൃത്വം നൽകിയവരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പഞ്ചാബിലെ ജനങ്ങൾ ഒത്തുകൂടിയ സ്ഥലമാണ് ജാലിയൻ വാലാബാഗ്. 3 വശവും മതിലുകളാൽ ചുറ്റപ്പെട്ടതും ഒരു കവാടം മാത്രമുള്ളതുമായ
വിശാലമായ മൈതാനമായിരുന്നു ജാലിയൻ വാലാബാഗ്. നിരായുധരായ ജനങ്ങൾക്കു നേരെ പട്ടാളം വെടിയുതിർത്തു. 1000-ൽ പരം ആളുകൾ വെടിയേറ്റ് മരിച്ചു. പരിക്കേറ്റവരെ ശുശ്രൂഷിക്കാനോ ദാഹജലം നൽകാനോ പട്ടാളം അനുവദിച്ചില്ല. ഈ ദാരുണ സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി ബ്രിട്ടീഷുകാർക്ക് മടക്കിക്കൊടുത്ത പദവിയാണ് കൈസർ-എ-ഹിന്ദ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് മടക്കിക്കൊടുത്ത പദവി കൈസർ-എ-ഹിന്ദ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ മൈക്കിൾ ഒഡെയറിനെ വധിച്ചത് ഉദ്ധം സിംഗ് ആണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ മൈക്കിൾ ഒഡെയറിനെ വധിച്ചത് ഉദ്ധം സിംഗ് ആണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ദൃക്സാക്ഷിയായിരുന്ന ഉദ്ധം സിംഗ് വർഷങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ടിൽ ചെന്നാണ് മൈക്കിൾ ഒഡെയറിനെ വധിച്ചത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ദൃക്സാക്ഷിയായിരുന്ന ഉദ്ധം സിംഗ് വർഷങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ടിൽ ചെന്നാണ് മൈക്കിൾ ഒഡെയറിനെ വധിച്ചത്. ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത് 1940 ജൂലൈ 31-നാണ്. ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത് 1940 ജൂലൈ 31-നാണ്. ഖിലാഫത്ത് പ്രസ്ഥാനം. തുർക്കി കേന്ദ്രമായി ഭരണം നടത്തിയ ഉസ്മാനിയ സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരി അറിയപ്പെടുന്നു ഖലീഫ. തുർക്കി കേന്ദ്രമായി ഭരണം നടത്തിയ ഉസ്മാനിയ സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരി അറിയപ്പെടുന്നു ഖലീഫ. ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായിരുന്നു ഖലീഫ. ഒന്നാം ലോക യുദ്ധത്തിൽ ബ്രിട്ടൻ്റെ എതിർ സഖ്യത്തിലായിരുന്നു തുർക്കി സാമ്രാജ്യം. ഒന്നാം ലോക യുദ്ധത്തിൽ ബ്രിട്ടൻ്റെ എതിർ സഖ്യത്തിലായിരുന്നു തുർക്കി സാമ്രാജ്യം. ഒന്നാം ലോക യുദ്ധത്തിൽ ഖലീഫയ്ക്ക് എതിരായി ബ്രിട്ടീഷ് നടപടികളിൽ പ്രതിഷേധിച്ച് രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. ഒന്നാം ലോകത്തിൽ ഖലീഫയ്ക്ക് എതിരായ ബ്രിട്ടീഷ് നടപടികളിൽ പ്രതിഷേധിച്ച് രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. ഖിലാഫത്ത് പ്രസ്ഥാനത്ത് ഇന്ത്യയിലെ നേതാക്കൾ അലി സഹോദരന്മാരാണ്. മൗലാന ഷൗക്കത്ത് അലിയും മൗലാന മുഹമ്മദ് അലിയും. അലി സഹോദരന്മാർ എന്നറിയപ്പെടുന്നത് മൗലാന ഷൗക്കത്ത് അലി, മൗലാന മുഹമ്മദ് അലി. അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ഗാന്ധിജിയാണ്. അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ഗാന്ധിജി. ഇന്ത്യയിലുടനീളം ഖിലാഫത്ത് ദിനമായിട്ട് ആചരിക്കുന്നത് 1919 ഒക്ടോബർ 17-ആണ്. 1919 ഒക്ടോബർ 17. ഇന്ത്യയിലുടനീളം ഖിലാഫത്ത് ദിനമായിട്ട് ആചരിക്കുന്നത് 1919 ഒക്ടോബർ 17. നിസ്സഹകരണ സമരം 1920-22. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമരമാണ് നിസ്സഹകരണ സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമരമാണ് നിസ്സഹകരണ സമരം. നിസ്സഹകരണ സമരത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസ് സമ്മേളനം 1920-ലെ കൽക്കട്ട പ്രത്യേക സമ്മേളനമാണ്. നിസ്സഹകരണത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസിൻ്റെ സമ്മേളനം 1920-ലെ കൽക്കട്ട പ്രത്യേക സമ്മേളനം. നിസ്സഹകരണ സമരം 2 തരം കർമ്മ പരിപാടികളിൽ അധിഷ്ഠിതമായിരുന്നു: ബഹിഷ്കരണ പ്രവർത്തനങ്ങളും ക്രിയാത്മക പ്രവർത്തനങ്ങളും. ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ വിദേശ വസ്ത്രം ബഹിഷ്കരിക്കുക, നികുതി നിഷേധിക്കുക, പദവികൾ ഉദ്യോഗങ്ങൾ ഉപേക്ഷിക്കൽ, ഹൈക്കോടതി ബഹിഷ്കരണം. ബഹിഷ്കരണ പ്രവർത്തനങ്ങളാണ് വിദേശ വസ്ത്രം ബഹിഷ്കരിക്കുക, നികുതി നിഷേധം, പദവികൾ ഉദ്യോഗങ്ങൾ ഉപേക്ഷിക്കൽ, കോടതി ബഹിഷ്കരണം. ക്രിയാത്മക പ്രവർത്തനങ്ങളാണ് ഹിന്ദു മുസ്ലിം ഐക്യം, അയിത്തോച്ചാടനം, ഖാദി വസ്ത്രങ്ങളുടെ പ്രചാരണം, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കൽ. മലബാർ കലാപം 1921. കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളിൽ ശ്രദ്ധേയമായ കലാപമാണ് മലബാർ കലാപം. മലബാർ കലാപമുണ്ടായ വർഷം 1921. മലബാർ കലാപ സമയത്ത് കേരളത്തിൽ സജീവമായ പ്രസ്ഥാനങ്ങളാണ് ഖിലാഫത്ത് പ്രസ്ഥാനവും നിസ്സഹകരണ പ്രസ്ഥാനവും. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരളം സന്ദർശിച്ചപ്പോൾ ഒപ്പമുണ്ടായിരുന്ന വ്യക്തി മൗലാന ഷൗക്കത്ത് അലി. ഖിലാഫത്ത് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ഗാന്ധിജി കേരളം സന്ദർശിച്ചപ്പോൾ ഒപ്പമുണ്ടായിരുന്ന വ്യക്തി മൗലാന ഷൗക്കത്ത് അലി. ഖിലാഫത്ത് പ്രസ്ഥാനവും മഞ്ചേരി കോൺഗ്രസ് സമ്മേളനവും മലബാറിലെ കർഷകരിൽ പുത്തനുണർവ് സൃഷ്ടിച്ചു. മഞ്ചേരി കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം 1920. മലബാർ കലാപത്തിൻ്റെ കാരണങ്ങൾ. ബ്രിട്ടീഷുകാരോടും ജന്മിമാരോടുമുള്ള എതിർപ്പ് കർഷകർക്കിടയിൽ രൂക്ഷമായി നിലനിൽക്കവേ പൂക്കോട്ടൂർ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി വടക്കേവീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തിയത്. ഖിലാഫത്ത് നേതാവ് അലി മുസ്ലിയാരെ അറസ്റ്റ് ചെയ്തു എന്നുള്ള തെറ്റായ വാർത്ത പരന്നതുമാണ്. മലബാർ കലാപത്തിൻ്റെ കാരണങ്ങൾ. ബ്രിട്ടീഷുകാരോടും ജന്മിമാരോടുമുള്ള എതിർപ്പ് കർഷകർക്കിടയിൽ രൂക്ഷമായി നിൽക്കവേ പൂക്കോട്ടൂർ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി വടക്കേവീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തിയതും ഖിലാഫത്ത് നേതാവ് അലി മുസ്ലിയാരെ അറസ്റ്റ് ചെയ്തു എന്നുള്ള തെറ്റായ വാർത്ത പരന്നതുമാണ്. മലബാർ കലാപം ആരംഭിച്ച പ്രദേശങ്ങൾ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി. മലബാർ കലാപം ആരംഭിച്ച പ്രദേശങ്ങളാണ് ഏറനാട്, വള്ളുവനാട്, പൊന്നാനി. മലബാർ കലാപത്തിന് നേതൃത്വം നൽകിയത് അലി മുസ്ലിയാർ, വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി തുടങ്ങിയവരെ ബ്രിട്ടീഷുകാർ വധിച്ചു.
വാഗൻ കൂട്ടക്കൊല 1921. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട സംഭവമാണ് വാഗൻ കൂട്ടക്കൊല. കലാപവുമായി ബന്ധപ്പെട്ട സംഭവമാണ് വാഗൻ കൂട്ടക്കൊല. വാഗൻ കൂട്ടക്കൊല നടന്നത് 1921 നവംബർ 10-നാണ്. വാഗൻ കൂട്ടക്കൊല നടന്നത് 1921 നവംബർ 10. മലബാർ കലാപത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട 90ഓളം കലാപകാരികളിലെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു ഗുഡ്സ് വാഗണിൽ കുത്തി നിറച്ച് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയി. കോയമ്പത്തൂരിനടുത്ത് പോത്തന്നൂരിലെത്തി വാഗൺ തുറന്നു നോക്കിയപ്പോൾ 72 പേർക്ക് ജീവൻ നഷ്ടമായിരുന്നു. അവശേഷിച്ചവർ മരണത്തോട് മല്ലടിക്കുകയായിരുന്നു. ഈ ദാരുണ സംഭവമാണ് വാഗൻ കൂട്ടക്കൊല. വാഗൻ കൂട്ടക്കൊല നടന്നത് 1921 നവംബർ 10. ചൗരി ചൗര സംഭവം 1922. ചൗരി ചൗര സംഭവം നടന്ന വർഷം 1922 ഫെബ്രുവരി 4. ചൗരി ചൗര സംഭവം നടന്ന വർഷം 1922 ഫെബ്രുവരി 4. ചൗരി ചൗര സംഭവം നടന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ ദുഷ്ചെയ്തികൾക്കെതിരെ സംഘടിച്ച 3000-ലധികം വരുന്ന നിരായുധരായ കർഷകരുടെ ജാഥയ്ക്ക് നേരെ പോലീസ് വെടിവെച്ചതിൽ പ്രതിഷേധിച്ച് കോപാകുലരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ അഗ്നിക്കിരയാക്കുകയും 22 പോലീസുകാർ കൊല്ലപ്പെടുകയും ചെയ്ത ദാരുണ സംഭവമാണ് ചൗരി ചൗര സംഭവം. ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ ദുഷ്ചെയ്തിക്കെതിരെ സംഘടിച്ച 3000-ലധികം വരുന്ന നിരായുധരായ കർഷകരുടെ ജാഥയ്ക്ക് നേരെ പോലീസ് വെടിവെച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോപാകുലരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ അഗ്നിക്കിരയാക്കുകയും 22 പോലീസുകാർ കൊല്ലപ്പെടുകയും ചെയ്ത ദാരുണ സംഭവമാണ് ചൗരി ചൗര സംഭവം. ചൗരി ചൗര സംഭവം അഹിംസ സമരങ്ങൾക്ക് വിരുദ്ധമായതിനാൽ നിസ്സഹകരണ സമരം പൂർണ്ണമായിട്ടും നിർത്തിവെക്കാൻ ഗാന്ധിജി തീരുമാനിച്ചു. വൈക്കം സത്യാഗ്രഹം 1924. പൊതു ഇടങ്ങളിൽ അയിത്തചാരണത്തിനെതിരായ ഇന്ത്യയിൽ നടന്ന ശ്രദ്ധേയമായ സമരമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള വഴിയിലൂടെ എല്ലാ ജാതിക്കാർക്കും സഞ്ചരിക്കുവാനുള്ള അവകാശം നേടിയെടുക്കുന്നതിനായിട്ട് നടന്ന സമരമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924. വൈക്കം സത്യാഗ്രഹത്തിന് ആവേശം പകരാൻ ഗാന്ധിജി വൈക്കത്തെത്തിയ സംഭവം വിവരിക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കൃതിയാണ് ഓർമ്മക്കുറിപ്പ്. അമ്മ എന്ന കഥയിലെ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭൻ. സവർണ ജാഥ ആരംഭിച്ചത് 1924 നവംബർ 1. സവർണരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സവർണ ജാഥ നടത്തിയത് വൈക്കം ക്ഷേത്രം മുതൽ തിരുവനന്തപുരം വരെയാണ്. വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും ജാതി മതഭേദമന്യേ എല്ലാവർക്കും തുറന്നുകൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ച് സവർണ ജാഥ നിവേദനം സമർപ്പിച്ചത് മഹാറാണി സേതു ലക്ഷ്മിബായിക്കാണ്. വൈക്കം ക്ഷേത്രത്തിലുള്ള എല്ലാ വഴികളും ജാതി മത ഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ച് സവർണ ജാഥ നിവേദനം സമർപ്പിച്ചത് മഹാറാണി സേതു ലക്ഷ്മിബായിയാണ്. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപീകരിച്ചത് ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, രാജ്ഗുരു സുഖ്ദേവ്. ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, രാജ്ഗുരു സുഖ്ദേവ് എന്നിവരാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപീകരിച്ചത്. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ്റെ ലക്ഷ്യം യുവജനങ്ങളെ സമരസജ്ജരാക്കുക. നിയമലംഘന സമരം 1920. നിയമലംഘന സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1929 ലാഹോർ സമ്മേളനമാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം 1929 ലാഹോർ സമ്മേളനമാണ്. നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം ജനവിരുദ്ധ ബ്രിട്ടീഷ് നയങ്ങളെ ലംഘിക്കുക എന്നതായിരുന്നു. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അതിർത്തി ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത വനിതകൾക്ക് നേതൃത്വം നൽകിയത് സരോജിനി നായിഡു. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡുവാണ്. അപ്പം നിയമലംഘന പ്രസ്ഥാനം 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിനാണ് നിയമലംഘന പ്രസ്ഥാനത്തിന് അംഗീകാരം കൊടുക്കുന്നത്. ഉപ്പ് സത്യാഗ്രഹം 1930. ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ച വർഷം 1930. നിയമലംഘന സമരത്തിൻ്റെ പ്രതീകം ഉപ്പായിരുന്നു. ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും. ഇതാരുടെ വാക്കുകളാണ്? ഗാന്ധിജിയുടെയാണ്. ഉപ്പുണ്ടാക്കുന്നതിന് ഇന്ത്യക്കാർക്ക് നൽകേണ്ടിയിരുന്ന നികുതി ബ്രിട്ടീഷ് സർക്കാർ ഇരട്ടിയാക്കിയതിൽ പ്രതിഷേധിച്ചാണ് ഉപ്പ് നിയമം ലംഘിക്കാൻ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ തീരുമാനിച്ചത്. ഉപ്പുണ്ടാക്കുന്നതിന് ഇന്ത്യക്കാർ നൽകേണ്ടിയിരുന്ന നികുതി ബ്രിട്ടീഷ് സർക്കാർ ഇരട്ടിയാക്കിയതിൽ പ്രതിഷേധിച്ചാണ് ഉപ്പ് നിയമം ലംഘിക്കാൻ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ തീരുമാനിച്ചത്. ഉപ്പിനെ സമുരായുധമാക്കിയാൽ ബഹുജന പ്രക്ഷോഭം കൂടുതൽ ശക്തിയാർജിക്കുമെന്ന തിരിച്ചറിവിൽ ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ച സ്ഥലം സബർമതി ആശ്രമം. ഉപ്പ് സത്യാഗ്രഹ യാത്രയിൽ ഗാന്ധിജിയെ അനുഗമിച്ചവരുടെ എണ്ണം 78. 375 കിലോമീറ്റർ കാൽനടയായിട്ട് സഞ്ചരിച്ച് ഗാന്ധിജിയും അനുയായികളും ദണ്ഡി കടപ്പുറത്തെത്തി ഒരു പിടി ഉപ്പ് ശേഖരിച്ചുകൊണ്ട് നിയമലംഘന പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചു. 1930 ഏപ്രിൽ 6.
ദണ്ഡിയാത്രയിലെ മലയാളികൾ: സി കൃഷ്ണൻ നായർ, ടൈറ്റസ്, ശങ്കരൻ എഴുത്തച്ഛൻ, രാഘവ പൊതുവാൾ. സി കൃഷ്ണൻ നായർ, ടൈറ്റസ്, ശങ്കരൻ എഴുത്തച്ഛൻ, രാഘവ പൊതുവാൾ. ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് അറസ്റ്റ് ചെയ്ത പ്രമുഖ നേതാക്കളാണ് ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്. കേരള ഉപ്പ് സത്യാഗ്രഹം: കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രചാരണത്തിന് നേതൃത്വം നൽകിയവരിൽ പ്രമുഖരാണ് കെ മാധവൻ നായർ, ഇ മൊയ്തു മൗലവി. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് പ്രധാന കേന്ദ്രം പയ്യന്നൂർ, കണ്ണൂർ, കോഴിക്കോട്. പയ്യന്നൂർ, കണ്ണൂർ, പിന്നെ കോഴിക്കോടും. പയ്യന്നൂരിൽ ഉപ്പ് നിയമലംഘനത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ. കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹ്മാനും പി കൃഷ്ണപിള്ളയും. ഗുരുവായൂർ സത്യാഗ്രഹം 1931. ഗുരുവായൂർ സത്യാഗ്രഹം 1931. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷമാണ് 1931. ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കുമായി തുറന്നുകൊടുക്കണമെന്ന് ക്ഷേത്രം ട്രസ്റ്റിയായിരുന്ന സാമൂതിരിയോട് അഭ്യർത്ഥിച്ചത് ഗാന്ധിജി. ഗാന്ധിജിയുടെ അഭ്യർത്ഥന സാമൂതിരി നിരസിച്ചതിനെ തുടർന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചത് കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിലെ മറ്റ് നേതാക്കൾ പി കൃഷ്ണപിള്ള, എ കെ ഗോപാലൻ, അംബേദ്കറും പൂനാസന്ധ്യയും. ഇന്ത്യയിലെ അധസ്ഥിത ജനവിഭാഗങ്ങളെ രാഷ്ട്രീയമായി സംഘടിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രമുഖനാണ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ. വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും അയിത്തജാതിക്കാരുടെ സാമൂഹിക ആവശ്യകതകൾ പരിഹരിക്കുന്നതിന് അവരെ രാഷ്ട്രീയ അധികാരത്തിൽ പങ്കാളിയാക്കണമെന്നും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുകയും ചെയ്തത് അംബേദ്കറാണ്. അധസ്ഥിത വിഭാഗത്തിന് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് സംവരണം ചെയ്താൽ അവർ പൊതുസമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും മാറ്റി നിർത്തപ്പെടാൻ കാരണമാകുമെന്ന് അഭിപ്രായപ്പെട്ട നേതാവാണ് ഗാന്ധിജി. അധസ്ഥിതരെ പ്രത്യേക രാഷ്ട്ര വിഭാഗമായി പരിഗണിക്കുന്ന ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നയത്തിനെതിരെ മരണം വരെ ഉപവസിക്കാൻ തീരുമാനിച്ചത് ഗാന്ധിജി. ഗാന്ധിജിയുടെ ഉപവാസത്തെ തുടർന്ന് ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ കൂടിക്കാഴ്ച നടക്കുകയും പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഉപേക്ഷിക്കുവാനും സംവരണ മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുവാനും അധസ്ഥിതരുടെ രാഷ്ട്രീയ അവകാശം പ്രശ്നം പരിഹരിക്കുവാനും തീരുമാനിച്ച സന്ധി അറിയപ്പെടുന്നു പൂനാസന്ധി. പൂനാസന്ധി നടന്ന വർഷം 1932. വട്ടമേശ സമ്മേളനം: ഇന്ത്യയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി 1930, 31, 32 എന്നീ വർഷങ്ങളിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ലണ്ടനിൽ വെച്ച് വട്ടമേശ സംഘടിപ്പിച്ചു. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത നേതാവ് അംബേദ്കറാണ്. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം രണ്ടാം വട്ടമേശ സമ്മേളനം. ക്വിറ്റ് ഇന്ത്യ സമരം 1942. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായിട്ട് ഇന്ത്യയിലുണ്ടായ പ്രധാനപ്പെട്ട ബഹുജന സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഇന്ത്യയിലുണ്ടായ പ്രധാനപ്പെട്ട ബഹുജന സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ച സമ്മേളനം 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനം. എല്ലാ അധികാരങ്ങളും ഇന്ത്യക്കാർക്ക് കൈമാറി ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകണമെന്നാവശ്യപ്പെട്ട സമ്മേളനമാണ് 1942 അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനം. ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് 5. ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് അറസ്റ്റ് ചെയ്ത ഗാന്ധിജിയെയും ഭാര്യയെ കസ്തൂർബായെയും പാർപ്പിച്ചിരുന്ന ജയിൽ ആഗാ ഖാൻ കൊട്ടാരത്തിലെ ജയിലാണ് പൂനെയിൽ. ജയിൽവാസത്തിനിടയിൽ കസ്തൂർബാ ഗാന്ധി മരിച്ചത് 1944 ഫെബ്രുവരി 22. ഒളിവിൽ പാർത്തുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയവരാണ് അരുൺ ആസിഫ് അലി, ജയപ്രകാശ് നാരായണൻ. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്നത് അരുൺ ആസിഫ് അലിയാണ്. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് അരുൺ ആസിഫ് അലിയെ വിശേഷിപ്പിച്ച നേതാവ് ഗാന്ധിജി. കേരള ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം: ഹർത്താൽ ആരംഭിച്ചുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ സമരം കേരളത്തിൽ ആരംഭിച്ചത് 1942 ഓഗസ്റ്റ് 9. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട നേതാക്കളാണ് എം. പി. നാരായണ മേനോൻ, കെ കേളപ്പൻ, ഇ മൊയ്തു മൗലവി, എ വി കുട്ടിമാളുവമ്മ. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഇതാരുടെ വാക്കുകളാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരുടെ ഔദാര്യമല്ലെന്നും അത് പോരാടി നേടേണ്ടതാണെന്നും അഭിപ്രായപ്പെട്ടത് സുഭാഷ് ചന്ദ്രബോസാണ്. സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് സുഭാഷ് ചന്ദ്രബോസാണ്. ഇന്ത്യൻ നാഷണൽ ആർമി: രാജ് ബിഹാരി ബോസ് രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്ത നേതാവാണ് സുഭാഷ് ചന്ദ്രബോസ്. രാജ് ബിഹാരി ബോസ് രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്ത നേതാവ് സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ലക്ഷ്യം ഇന്ത്യയുടെ മോചനമാണ്. INAയുടെ വനിതാ വിഭാഗ മേധാവിയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി. സുഭാഷ് ചന്ദ്രബോസിൻ്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി INAയിൽ ചേർന്ന ധീരനായ മലയാളിയാണ് വക്കം അബ്ദുൽ ഖാദർ. ബ്രിട്ടീഷ് ഗവൺമെൻറ് വക്കം അബ്ദുൽ ഖാദറിനെ തൂക്കിലേറ്റിയത് എത്രാമത്തെ വയസ്സിലാണ്? 26ാമത്തെ. മുഹമ്മദ് അലി ജിന്നയും പാകിസ്ഥാൻ വാദവും: ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഏക സംഘടന മുസ്ലിം ലീഗ് ആണെന്നും കോൺഗ്രസിന് നൽകുന്നത് പോലുള്ള പരിഗണന മുസ്ലിം ലീഗിന് നൽകണമെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് മുഹമ്മദ് അലി ജിന്ന. 1940 മുസ്ലിം ലീഗിൻ്റെ സമ്മേളന വേദി ലാഹോർ. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി പാകിസ്ഥാൻ എന്ന പേരിലുള്ള ഒരു രാഷ്ട്രം രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ സമ്മേളനം 1940 ലാഹോർ സമ്മേളനം. ബ്രിട്ടീഷ് ഇന്ത്യയെ വിഭജിക്കുക, സ്വതന്ത്ര ഇന്ത്യയോടൊപ്പം പുതിയൊരു രാജ്യമായി പാകിസ്ഥാൻ രൂപീകരിക്കുന്ന പ്രഖ്യാപനം നടത്തിയത് വൈസ്രോയ് മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. ഭിന്നിച്ചു ഭരിപ്പിക്കുന്ന തന്ത്രത്തിൻ്റെ ഭാഗമായി ബ്രിട്ടീഷ് ഗവൺമെൻറ് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പിന്തുണ നൽകി.
1947 ഓഗസ്റ്റ് 15 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പ്രധാനമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ നേതാവാണ് ജവഹർലാൽ നെഹ്റു.